വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി 6-ാം അധ്യായത്തിൽ യേശുവിന്റെ ദൈവരാജ്യ ജീവിതത്തിന്റെ ആഴത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ കാണാം. ദാനധർമ്മം ആളുകളെ കാണിക്കാനല്ല, അത് രഹസ്യമായിരിക്കണം. ദൈവം രഹസ്യത്തിൽ കാണുകയും പ്രതിഫലം നൽകുകയും ചെയ്യും. പ്രാർത്ഥനയും ആളുകളെ കാണിക്കാനല്ല, രഹസ്യത്തിൽ ദൈവത്തോട് സംസാരിക്കണം. നിങ്ങളെപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ മത്തായി 6-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. ക്ഷമിക്കാത്തവർക്ക് ദൈവം ക്ഷമിക്കില്ലെന്ന് ഉറപ്പു നൽകി. ഭൂമിയിൽ നശിക്കുന്ന നിക്ഷേപം ശേഖരിക്കാതെ സ്വർഗത്തിൽ നിക്ഷേപം ശേഖരിക്കണം. നിങ്ങളുടെ നിക്ഷേപം എവിടെയുണ്ടോ അവിടെ നിങ്ങളുടെ ഹൃദയവും ഉണ്ടാകും. ഒരാൾക്ക് 2 യജമാനന്മാരെ, അതായത് ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് സേവിക്കാനാവില്ല. ഭക്ഷണം, വസ്ത്രം, ജീവിതം എന്നിവയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. ആദ്യം ദൈവരാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പിൻ, എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. വിശുദ്ധ മത്തായി 7-ാം അധ്യായത്തിൽ യേശു ജീവിതത്തിനുള്ള പ്രായോഗിക മാർഗനിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും നൽകുന്നു. മറ്റുള്ളവരെ വിധിക്കരുത്, നിങ്ങൾ വിധിക്കുന്ന വിധത്തിൽ തന്നെയാണ് നിങ്ങൾക്കും വിധി വരിക. മറ്റുള്ളവരുടെ കണ്ണിലെ പൊടി കാണുമ്പോൾ സ്വന്തം കണ്ണിലെ തടി നോക്കണം. അഭ്യർത്ഥിപ്പിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിപ്പിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറക്കപ്പെടും. ദൈവം നല്ല വസ്തുക്കൾ തന്റെ മക്കൾക്ക് നൽകുന്നു. നിങ്ങൾക്ക് മനുഷ്യർ ചെയ്യേണ്ടത് എന്തോ അതുതന്നെയാണ് നിങ്ങളും മറ്റുള്ളവർക്ക് ചെയ്യേണ്ടത്. വിശാലമായ വാതിൽ നാശത്തിലേക്കാണ്, ചെറുതായ വാതിൽ ജീവിതത്തിലേക്കാണ്. തെറ്റായ പ്രവാചകന്മാരെ അവരുടെ ഫലങ്ങൾ കൊണ്ട് തിരിച്ചറിയാം. നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കും, മോശം വൃക്ഷം മോശം ഫലം കായ്ക്കും. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് പ്രവേശിക്കുക. യേശുവിന്റെ വചനങ്ങൾ കേട്ട് അനുസരിക്കുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിമാനാണ്. അനുസരിക്കാത്തവൻ മണലിൽ വീട് പണിത മണ്ടനാണ്. ജനങ്ങൾ യേശുവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവൻ അധികാരത്തോടെ ഉപദേശിച്ചു. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.